നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ മികച്ച പോളിംഗ് 73.26% പോളിംഗ് രേഖപ്പെടുത്തിയത്. നിലമ്പൂർ നഗരസഭയിലാണ് ഏറ്റവും അധികം പോളിംഗ്. കനത്ത മഴയെ വകവയ്ക്കാതെ പോളിംഗ് ബൂത്തിലേക്ക് വോട്ടർമാരെത്തി വിധിയെഴുതി. അമൽ തേരമ്പറമ്പിൽ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം പിന്നീട് 2 തെരഞ്ഞെടുപ്പുകൾ കൂടി ഇവിടെ നടന്നു. ആ 2 തെരഞ്ഞെടുപ്പിലും അന്ന് രേഖപ്പെടുത്തിയ ആ ശതമാനക്കണക്കിന് ഒരുപാട് താഴെയായിരുന്നു. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധിയെ പോലെ ഒരു സ്റ്റാർ കാൻഡിഡേറ്റ് ഇവിടെ മത്സരിക്കുന്ന സമയത്ത് പോലും 71% പോളിംഗ്. അതിനുശേഷം പ്രിയങ്ക ഗാന്ധി മത്സരിച്ച് ഉപതെരഞ്ഞെടുപ്പുണ്ടായി. ആ ഉപതെരഞ്ഞെടുപ്പിൽ പോളിംഗ് ശതമാനം 10% കുത്തനെ ഇടിഞ്ഞു. പ്രിയങ്കയുടെ ലീഡൊക്കെ ഒരുപാട് വർദ്ധിച്ചു. പക്ഷേ അന്നത്തെ പോളിംഗ് ശതമാനം എന്ന് പറയുന്നത് 61% താഴ്ന്നിരുന്നു. പക്ഷേ ഈ ഉപതെരഞ്ഞെടുപ്പ് ആകുമ്പോൾ സ്വാഭാവികമായും പോളിംഗ് കുറയുന്നത് നമ്മൾ കണ്ടുവരുന്നതാണ്. പക്ഷേ നിലമ്പൂരിൽ കനത്ത മഴയെയും വകവയ്ക്കാതെ ആളുകൾ പോളിംഗ് ബൂത്തിലേക്ക് ഒഴുകിയെത്തുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. 73% പോളിംഗ് ശതമാനം ഇതിനോടകം തന്നെ വന്നിരിക്കുന്നു. ഒടുവിലത്തെ കണക്ക് ഇനിയും വന്നിട്ടില്ല, ഇനിയും കണക്ക് വരാനുണ്ട്. അങ്ങനെ വരുമ്പോൾ ഒരുപക്ഷെ 74 അടുത്തേക്ക് പോളിംഗ് ശതമാനം അല്ലെങ്കിൽ അതിന് മുകളിലേക്ക് പോളിംഗ് ശതമാനം വന്നേക്കാം എന്നുള്ളതാണ് പറയുന്നത്. ഈ വെറും 9 മാസക്കാലത്തേക്ക് ഒരു MLA തിരഞ്ഞെടുക്കാൻ നടക്കുന്ന തിരഞ്ഞെടുപ്പ് എന്നുള്ള നിലയ്ക്ക് കണ്ടുപോകാമായിരുന്ന ഒരു തിരഞ്ഞെടുപ്പായിരുന്നു. ശക്തമായ മഴയുണ്ടായിരുന്നു. പക്ഷേ ആ മഴയത്തും തണുക്കാത്ത ആവേശം മുന്നണികളുടെ ക്യാമ്പുകളിലുണ്ടായിരുന്നു, പ്രചരണങ്ങളിലുണ്ടായിരുന്നു, കൊട്ടിക്കലാശത്തിലുണ്ടായിരുന്നു. ആ ആവേശം പോളിംഗ് ബൂത്തിലും ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നഗരമേഖലയിൽ കൃത്യമായി തന്നെയുള്ള പോളിംഗ് നടന്നിട്ടുണ്ട്. ഒരു വിധത്തിലുള്ള കുറവും പോളിംഗ് ശതമാനത്തിൽ ഉണ്ടായിട്ടില്ല.